വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതുപോലെ മീൽ പ്ലാനും ഗ്രോസറി ഷോപ്പിങ്ങും മീൽ പ്രിപ്പറേഷനും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പും മീൽ പ്ലാൻ മീൽ പ്രിപ്പ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്രോസറി ഷോപ്പിങ്ങും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ആദ്യമായിട്ട് മീൽ പ്ലാൻ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത്. വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മീൽ പ്ലാൻ മീൽ പ്രിപ്പ് എന്തെങ്കിലുമൊക്കെ ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക. അത് എനിക്കും അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്കും അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്തായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ ലെക്ചർ അടിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ചെയ്യുന്നൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാൻട്രി കയറി ഉള്ള സാധനങ്ങളുടെയും ഇല്ലാത്ത സാധനങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പെട്ടെന്ന് ചീത്തയായി പോവാത്ത, അതായത് കടല, പരിപ്പ്, പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതുപോലെ കുപ്പിയിലൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പലപ്പോഴും നമ്മളതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് വിട്ടുപോകും. നമ്മൾ പച്ചക്കറികൾ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ വാങ്ങിക്കുന്നതും വെച്ചിട്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കി പോകും. ഇതുപോലുള്ള സാധനങ്ങൾ കുറേ നാളായിട്ട് കുപ്പിയിൽ ഇരിക്കുന്നുണ്ടാവും. കുറേ നാളായി കഴിയുമ്പം അതെടുത്ത് ഉപയോഗിക്കാനും ഒരു ബുദ്ധിമുട്ടാണ്. അഴുക്കായി പോയിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയം. അതേ സ്ഥാനത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ചിലപ്പോൾ അത് തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല, എടുത്ത് കളയാനും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് പാൻട്രി കയറി ഒന്ന് ചെക്ക് ചെയ്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റും കൂടി എഴുതി വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് എല്ലാം കൂടി ഒരാഴ്ചയിൽ ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ലെങ്കിലും ഓരോ ആഴ്ചയിലും കുറച്ച് അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കടയിൽ നിന്ന് പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുറച്ച് കുറയ്ക്കാം. പൾസസ് ഒക്കെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണല്ലോ, അപ്പം നമുക്കത് നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോകാനും പറ്റും. ഇപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് പിങ്ക് സോൾട്ട് ആണ് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ചിക്കനൊക്കെ കഴുകാനോ ഫിഷ് കഴുകാനോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉപ്പിനകത്തിട്ട് വെക്കാനോ അങ്ങനെയൊക്കെ എടുക്കുന്നത് നമ്മുടെ സാധാരണ വൈറ്റ് സോൾട്ട് തന്നെയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എഴുതി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യം പാൻട്രിയിലെ സാധനങ്ങളുടെ ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദ ഗ്രീൻ പീസ്, ചെറുപയർ അങ്ങനത്തെ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിൻ്റെയും ലിസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണല്ലോ ഫ്രിഡ്ജ്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിനകത്തും ഒന്ന് നോക്കുക. അപ്പം ഞങ്ങളിപ്പോൾ ഗ്രോസറി വാങ്ങിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 1-2 ആഴ്ചയായിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി പോയി വാങ്ങിക്കുന്നത് കുറച്ചായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. പാല്, ചിക്കൻ അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോരും എന്നുള്ളതല്ലാതെ നമ്മളൊരു ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ട് പോയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മളെ കയ്യിലിരുന്നത് യൂസ് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിനകത്തും ഫ്രീസറിനകത്തും നോക്കുന്നുണ്ട്. ഫ്രീസറിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പച്ചക്കറി ആണെങ്കിലും കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ കുറേ ഫ്രോസൺ ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ വാങ്ങിക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇനിയും യൂസ് ചെയ്യാതിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് യൂസ് ചെയ്തും പോകണം. വാങ്ങിക്കേണ്ട സാധനങ്ങൾ അതും ലിസ്റ്റ് ആക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ലിസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് മീൽ പ്ലാൻ റെഡിയാക്കി എടുക്കാം. പിന്നെ അതും കൂടി നോക്കിയിട്ടാണ് നമ്മുടെ ഗ്രോസറി ലിസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നത്. ഒരു മീൽ പ്ലാനും ഗ്രോസറി ലിസ്റ്റും മീൽ പ്രിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കൊരു ഗ്രോസറി ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിസ് ചെയ്യാതിരിക്കും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്കൊരു മീൽ പ്ലാനിനകത്ത് ചിക്കൻ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്നും കൂടി നമുക്കിപ്പം കയ്യിലുള്ളതിൻ്റെയും ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലാത്ത ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസറി ലിസ്റ്റിൽ ആഡ് ചെയ്താൽ പിന്നെ ഒരു സാധനം നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ മിസ്സിങ് ആയിട്ട് അത് വാങ്ങിക്കാൻ പോയിട്ട് അതിൻ്റെ കൂടെ ഒരു 5-6 സാധനം വേണ്ടാത്തതും കൂടി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ വിശന്നിരിക്കുമ്പം ഒരിക്കലും ഗ്രോസറി വാങ്ങിക്കാനായിട്ട് പോകരുത്. നമുക്ക് കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് തോന്നും. അത് മെയിനായിട്ടും ബേക്കറി ഐറ്റംസും അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്ന കേക്കും ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അതുപോലുള്ള സാധനങ്ങളാണല്ലോ കൂടുതലും ഇവരിങ്ങനെ ഡിസ്പ്ലേ ആയിട്ടും ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെയും ഒക്കെ വെക്കുന്നത്. അപ്പം നമ്മൾ വിശന്നും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെ ഇപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്, നമ്മളും കൊച്ചിൽ കഴിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് പിള്ളേർക്ക് നമ്മൾ ആവശ്യത്തിന് വാങ്ങിച്ചു കൊടുക്കും. ഞാനൊരു ജനറലായിട്ട് പറഞ്ഞതാണ്. പണ്ട് ഞാൻ ഡേ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനും വിനീതും കൂടെ കൂടുതലും ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുക. അപ്പം നമുക്കറിയാമല്ലോ, ജോലി കഴിഞ്ഞ് നല്ല വിശന്നിരിക്കുന്ന സമയത്ത്
ഒന്നോ രണ്ടോ സ്നാക്സ് അല്ല, ഒരുപാട് സ്നാക്സ് എടുത്തുകൊണ്ട് വരുമായിരുന്നു. അത് കൂടുതലും ഈ ബേക്കറി ഐറ്റംസ്, മധുരമുള്ള സാധനങ്ങളായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ണി കണ്ട സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് നമുക്ക് തോന്നാതിരിക്കും. നാളെ എന്തുണ്ടാക്കണം, അടുത്ത ഒരാഴ്ചത്തേക്ക് എന്തുണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയും അതിനുള്ള സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പകുതി ടെൻഷൻ ഒഴിവാണ്. ഇപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ സ്കൂളിൽ ജോലിക്കോ ഒക്കെ പോകുന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിലോ ഇനി നമ്മൾ തന്നെ ജോലിക്ക് പോവുകയാണെങ്കിലും ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്നതിനകത്ത് നമുക്കൊരു ധാരണയുണ്ട് എന്തുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിന്തിച്ച് കളയുന്ന ഒരു സമയം ഒഴിവാക്കാനായിട്ട് പറ്റും. മീൽ പ്ലാനും മീൽ പ്രിപ്പും ഒക്കെ നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതും ഇനി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒരു പരിധിവരെ വേസ്റ്റ് ആക്കി കളയുന്നത് ഒഴിവാക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് എളുപ്പത്തിനാണല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എന്നും കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും. അതല്ലാണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 2 ദിവസമെങ്കിലും യൂസ് ചെയ്യണം എന്നുള്ളൊരു കണക്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ പാത്രങ്ങളിലാക്കി സ്റ്റോർ ചെയ്യുക. അപ്പം നമുക്ക് എല്ലാ കറികളും കൂടി എടുത്ത് ഇളക്കി യൂസ് ചെയ്യണ്ടല്ലോ. ഒരു പാത്രത്തിലേത് തീർന്നതിന് ശേഷം അടുത്ത പാത്രത്തിൽ എടുത്താൽ മതി. അപ്പം രണ്ടാമത്തെ പാത്രത്തിലേത് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ടും പെട്ടെന്ന് അഴുക്കായി പോകാണ്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും രാവിലെ കുക്ക് ചെയ്ത സാധനം വൈകുന്നേരം വരെ പുറത്തിട്ടിരിക്കാതെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലോട്ടൊന്ന് സ്റ്റോർ ചെയ്ത് അത് ആറുന്ന സമയത്ത് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ കുറേ നേരം വൈകിട്ട് വരെ പുറത്തിട്ടിട്ട് പിന്നെ വൈകുന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ പോലും പെട്ടെന്ന് വളിച്ചു പോവുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിലുള്ളതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ ഹാഫ് ട്രേ ആണ്. അതുപോലെ നമ്മുടെ പാൻട്രിയിലുള്ള സാധനങ്ങളും എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു ബുക്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അടുത്ത ആഴ്ചയിലും എനിക്കിത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചായിട്ടുണ്ട് നമ്മൾ ഗ്രോസറി വാങ്ങിക്കാനായിട്ട് പോയിട്ട്. നമുക്കിവിടെ കുറച്ചടുത്തൊരു തമിഴ് സ്റ്റോർ ഉണ്ട്. പക്ഷെ കേരള സ്റ്റോറിൽ പോകണം എന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലോട്ട് പോകണം. അത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് എല്ലാ ആഴ്ചയിലും അവിടെ പോയിട്ട് ഗ്രോസറി വാങ്ങിക്കലില്ല. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് അഴുക്കായി പോവാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. ദൂരെയുള്ള സ്ഥലത്തോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്നതും ഇപ്പം പെട്രോൾ ആണെങ്കിലും സമയമാണെങ്കിലും ഒക്കെ നോക്കുമ്പം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് അഴുക്കായി പോവാത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അത് അഴുക്കാകാതെ യൂസ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ പോയിട്ട് വാങ്ങിക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മുടെ അടുത്തുള്ളത് വാൾമാർട്ട്, ഫ്രഷ്കോ അങ്ങനെയുള്ള കടകളാണ്. പക്ഷെ കേരള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള സ്റ്റോറിൽ പോകുന്ന സമയത്ത് പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ, അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു മാസത്തെ കണക്കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലെന്നുള്ള കണക്കിലോ വാങ്ങിച്ചിട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. കയ്യിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റും കൂടി നോക്കിയിട്ട് ഈ ആഴ്ചത്തേക്കുള്ള മീൽ പ്ലാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ എനിക്ക് ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് സമയം എടുത്ത് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളും ജോലിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളും അങ്ങനെ നോക്കിയിട്ടും കൂടിയാണ് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. തലേന്നത്തെ കറികൾ നമ്മൾ പിറ്റേന്നും കൂടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമൽ കുക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനഫ് കറി ആകുകയും ചെയ്യും. അത് നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യത്തക്ക രീതിയിൽ അങ്ങനെ ഓരോ ദിവസം മിനിമൽ കുക്കിംഗ് പെട്ടെന്ന് കുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലും. എന്നാൽ എനിക്ക് ഒഴിവുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം പിന്നെ കുക്ക് ചെയ്യാത്ത രീതിയിലും ഒക്കെയാണ് ഞാൻ മീൽ പ്ലാനും മീൽ പ്രിപ്പും ഒക്കെ ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഇപ്പം കുട്ടികൾക്ക് സ്കൂൾ അടവുള്ളൊരു സമയമായതുകൊണ്ട് നമുക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള ലഞ്ച്, സ്നാക്സ് അതിനെക്കുറിച്ചൊന്നും ഒരുപാട് വറി ചെയ്യേണ്ട. എന്നാൽ ഇവർ ലഞ്ചിനൊക്കെ നമ്മുടെ കൂടെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഓട്സും സീരിയലും അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളൊന്നും നടക്കില്ല. കറക്റ്റായിട്ടുള്ള നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി പോകാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ കൂടുതലും കേരള ഫുഡ് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ എന്താണോ കൂടുതലും പോകുന്നത് അതനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഇതുപോലൊരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴും നമുക്കൊരു പ്ലാൻ ഉള്ളപ്പോഴും നമ്മുടെ ഈറ്റിംഗ് ഒരു പരിധി വരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒന്നും ഇല്ലാത്തപ്പോഴാണല്ലോ നമ്മൾ ഓടിപ്പോയിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഇതുപോലൊരു ലിസ്റ്റും പ്ലാനും ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ പാൻട്രിയിൽ ഇരിക്കുന്ന സാധനങ്ങളും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ വെട്ടലും കുത്തലും ഒക്കെ ആയിട്ടാണ് എൻ്റെ മീൽ പ്ലാൻ വന്നിട്ടുള്ളത്. ഇനി മീൽ പ്ലാൻ നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഗ്രോസറി ലിസ്റ്റും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഷൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങയൊക്കെ ഞാൻ കുറച്ച് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വാങ്ങിച്ചിട്ട് കുറച്ചും കൂടി കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്.
എപ്പോഴും അത് നമ്മുടെ സ്റ്റോറിൽ കാണണം എന്നില്ല. അതുപോലെ ഫ്രോസൺ ഐറ്റംസ് ആയിട്ട് വാങ്ങിക്കുന്ന പടവലങ്ങ, മുരിങ്ങയ്ക്ക, തേങ്ങാപ്പീര മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രോസൺ ആണല്ലോ. അപ്പോൾ അത് തീർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ വാങ്ങിച്ചു വെക്കും. പിന്നെ ഞാൻ വാങ്ങിക്കുന്ന പടവലങ്ങ, മുരിങ്ങയ്ക്കയൊക്കെ കേരള സ്റ്റോറിൽ നിന്ന് ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അവിടെ പോകുന്ന സമയത്ത് 1-2 പാക്കറ്റ്സ് കൂടുതൽ വാങ്ങിച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാറുണ്ട്. തേങ്ങാപ്പീരയാണെങ്കിലും എനിക്ക് അവിടുന്ന് കിട്ടുന്ന തേങ്ങാപ്പീരയാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം ഞാൻ അതും അവിടുന്ന് കാണുമ്പോൾ 2-3 പാക്കറ്റും കൂടി വാങ്ങിച്ചു വെക്കും. ഒരാഴ്ചത്തേക്ക് ഇത്രയും സാധനങ്ങളോ എന്ന് തോന്നരുത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഗ്രോസറി ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ്. അതുപോലെ അടുത്ത ദിവസം എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിന് ഏത്തപ്പഴം ഇട്ട് നമ്മളൊരു പുളിശ്ശേരി പോലെ വെക്കില്ലേ, അത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത്തപ്പഴം ചിലപ്പം പഴുത്തത് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഏത്തപ്പഴമോ അല്ലെങ്കിൽ മാങ്ങയോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. പഴുത്ത മാങ്ങ ഇട്ടിട്ട് നമുക്ക് പഴുത്ത മാങ്ങ കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് എൻ്റെ മുമ്പുള്ള മീൽ പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നമുക്കറിയാവുന്ന കറികൾ, നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറികൾ ഇതുപോലെ ഒരു ബുക്കിനകത്തൊന്ന് ലിസ്റ്റാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കറികളും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പല സാധനങ്ങളും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം വേണം എന്നല്ല, നമുക്കിങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മളിപ്പോൾ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, ബ്രേക്ക്ഫാസ്റ്റ്, കറികൾ അങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ റൈസ് ഐറ്റംസ്, ഇപ്പം ബിരിയാണി ആയിക്കോട്ടെ, പുലാവ് ആയിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് അത് നോക്കിയിട്ട് നമ്മുടെ മീൽ പ്ലാൻ റെഡിയാക്കാൻ പറ്റും. അതേ ബുക്കിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ എൻ്റെ റെസിപ്പീസ് എല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അമ്മയുടെയെന്നും അതുപോലെ നാത്തൂൻ്റെ അമ്മയുടെയെന്നും ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നോക്കി നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വീട്ടിൽ സക്സസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പീസും ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്കത് പിന്നെയും ഏത് യൂട്യൂബ് ചാനലാണെന്ന് തന്നെ, ഏത് വീഡിയോ ആണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ തപ്പിയാൽ പോലും കിട്ടത്തില്ല. അപ്പം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ചില റെസിപ്പീസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ഇങ്ങനെ മനസ്സിലുണ്ടാവും. അത് തപ്പി നമ്മുടെ എത്ര സ്ക്രോൾ ചെയ്താലും ചിലപ്പോൾ അത് കാണത്തില്ല. ചിലപ്പോൾ 2-3 വർഷം മുമ്പ് ട്രൈ ചെയ്തൊരു സാധനമായിരിക്കും. അതുകൊണ്ട് പിന്നീട് ഇപ്പം എന്ത് സാധനം സക്സസ്ഫുൾ ആയാലും കഴിവതും ആ ബുക്കിനകത്ത് എഴുതി വെക്കും. നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടുള്ളതാണെങ്കിലും അമ്മയോടോ പേരമ്മയോടോ നാത്തൂൻ്റെ അമ്മയോടോ ഒക്കെ ചോദിച്ചാൽ കിട്ടുന്നതാണെങ്കിലും അളവ് തെറ്റാതെ ഞാനത് ആ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കിയെടുത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു മീൽ പ്ലാൻ, ഒരു എന്താ പറയേണ്ട ബോർഡ് ഉണ്ട്. അപ്പോൾ അതിലും കൂടി ഞാനൊന്ന് എഴുതി വെച്ചാണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് ഗ്രോസറി എഴുതാനുള്ള ഒരു സെക്ഷനും കൂടിയുണ്ട്. ഗ്രോസറി ലിസ്റ്റൊക്കെ ഇപ്പോൾ പേപ്പറിലായപ്പം ആ സൈഡും കൂടിയൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പം നമ്മൾ ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫോണിനകത്തൊരു പിക്ചറും കൂടി എടുത്തുകൊണ്ട് പോവുക. എങ്ങാനും കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ. അപ്പം നമ്മളിതാ ഗ്രോസറിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. കൈമ റൈസ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന വൈറ്റ് റൈസ് നമ്മുടെ സൂപ്പർ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ടാറ്റ പ്രീമിയം ടീക്ക് ഇപ്പോൾ അവിടെ സെയിൽ ഉണ്ടായിരുന്നു, അതൊരു പാക്കറ്റ് വാങ്ങിച്ചു. ഗ്രീൻ ടീ വാങ്ങിച്ചു. ഏത്തപ്പഴം അധികം പഴുക്കാത്തതാണ് കിട്ടിയത്, പക്ഷെ എന്നാലും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കോസ്കോയിൽ ബീൻസ് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ 2 പാക്കറ്റ് ബീൻസ് വാങ്ങിച്ചു. പിന്നെ മുട്ട ഒരു ഹാഫ് സെക്ഷൻ ഇരിക്കുന്നുണ്ട്. നമ്മൾ യൂഷ്വലി 60 എണ്ണത്തിൻ്റെ മുട്ടയാണ് വാങ്ങിക്കാറ്, പക്ഷെ അതുകൊണ്ട് ഇന്ന് 30 എണ്ണത്തിൻ്റെതേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പായസം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാനൊരു രസ്മലായി വാങ്ങിച്ചു. പിന്നെ പനീർ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ ടീ വാങ്ങിച്ചിട്ടുണ്ട്, പപ്പടം ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഫ്രോസൺ പപ്പടമാണ്. പിന്നെ ഈ ഒരു പൂമേൻ്റെ സോക്സിന് ഇപ്പോൾ സെയിൽ ഉണ്ടായിരുന്നു കോസ്കോയിൽ, അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വൈറ്റ് പുട്ടുപൊടിയാണ് ചുമന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് കാന്താരി മാംഗോ ചട്നി എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റോറി കണ്ടതാണ്. നല്ല പുളിയുണ്ട്, കഴിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ ചുരക്ക അല്ലെങ്കിൽ ലൗക്കി എന്നൊക്കെ പറയില്ല, അത് വാങ്ങിച്ചിട്ടുണ്ട്. ബീട്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ക്യാബേജ് വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു, ഞാൻ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ക്യാബേജ് കണ്ടപ്പോൾ വാങ്ങിച്ചു. പിന്നെ മല്ലിയില വാങ്ങിച്ചു. നോർത്ത് ഈസ്റ്റിൽ പോയതുകൊണ്ട് അവിടെ കോവയ്ക്ക കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ചെറിയ സവാള കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. ഗാർലിക്കൊക്കെ ലൂസായിട്ടാണ് വാങ്ങിച്ചത്. ഇപ്രാവശ്യം പൊട്ടറ്റോ ലൂസായിട്ട് വാങ്ങിച്ചു. പൊട്ടറ്റോ ഒക്കെ ചിലപ്പം മിക്കവാറും വാങ്ങിക്കുന്നത് വലിയ പാക്കറ്റിലാണെങ്കിൽ അഴുക്കായിരിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ലൂസായിട്ട് വാങ്ങിച്ചത്. പിന്നെ പെരിഞ്ജീരകം, കടുക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും, നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ റോസ്റ്റഡ് റവ അത് നല്ലതാണ്, അതാണ് വാങ്ങിച്ചത്. പിന്നെ പടവലങ്ങ നമ്മുടെ ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങാപ്പീര വാങ്ങിച്ചിട്ടുണ്ട്. മുരിങ്ങക്കോല് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഡെയിലി ഡിലൈറ്റിൻ്റെയാണ്, അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ പഴുത്ത മാങ്ങ കിട്ടി, അത് വാങ്ങിച്ചു. ഒരു ഓമയ്ക്ക കണ്ടപ്പം പഴുത്തത് വാങ്ങിച്ചു. പിന്നെ പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട്. വഴുതനങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ട്യൂണ ഫിഷും സാൽമൺ ഫിഷും വാങ്ങിച്ചു. ഇത് രണ്ടും കോസ്കോയിലാണ്, രണ്ടും ഫ്രോസൺ ആണ്. പിന്നെ ഇത് മത്തങ്ങ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ അത് കട്ട് ചെയ്തപ്പോൾ മത്തങ്ങയാണോ എന്ന് എനിക്ക് നല്ല സംശയം. പിന്നെ നമ്മുടെ ഒരു ടേബിൾ സോൾട്ട്, വൈറ്റ് സോൾട്ട് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഷാംപൂ, അത് സെയിലാണ്, അപ്പോൾ അത് വാങ്ങിച്ചു.
ലിൻഡിൻ്റെ ചോക്ലേറ്റ് സെയിലിൽ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് ഡോണറ്റ്സ് വാങ്ങിച്ചതാണ്. ഇവർക്ക് ഡോണറ്റ്സ് ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല, കുറേ മാസങ്ങളൊക്കെ കൂടുമ്പം ഇടയ്ക്ക് വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ നമ്മൾ ഒരു 2-3 കടയിൽ കയറി ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് അങ്ങോട്ട് കഴിഞ്ഞു. ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് എല്ലാത്തിനും ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ കയറ്റിയെങ്കിലും അന്ന് മീൽ പ്രിപ്പ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. മീൽ പ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ദിവസം എന്നൊന്നുമില്ല. നമുക്ക് സമയം കിട്ടുമ്പം ഇടയ്ക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നതോ ഏതെങ്കിലും ഒരു പച്ചക്കറി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നാളത്തേക്ക് ഒന്ന് റെഡിയാക്കി വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് ടൈം നമ്മൾ കോസ്കോയിൽ പോയപ്പോൾ ബീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ബീൻസിനെ കോസ്കോയിൽ കണ്ടപ്പോൾ 2 പാക്കറ്റ് എടുത്തു. അതിനെ നമ്മൾ ചോപ്പറിലിട്ട് അങ്ങ് ചോപ്പ് ചെയ്ത് വെക്കാനാണ്. ഇങ്ങനെ മെനക്കെട്ടിരുന്ന് കട്ട് ചെയ്യാനായിട്ട് നല്ല മടി വന്നു. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്നതും ചോപ്പറിൽ കട്ട് ചെയ്യുന്നതുമായിട്ട് ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ എളുപ്പപ്പണിക്ക് ചോപ്പറിലിട്ട് കട്ട് ചെയ്ത് തോരൻ പരുവമാക്കി എടുത്തു. മത്തങ്ങ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച സാധനമാണ്. അതിനെയും എരിശ്ശേരി പരുവത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കറിക്ക് എടുക്കുമ്പോഴും തോരൻ എടുക്കുമ്പോഴും ഒക്കെ ഒന്ന് എളുപ്പമുണ്ടല്ലോ. നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പച്ചക്കറികൾ ഇടയ്ക്കൊന്ന് നോക്കുക. അഴുക്കായി പോകുന്നുണ്ട് അല്ലെങ്കിൽ അഴുക്കാകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് അഴുക്കായ ഭാഗം മാറ്റി ബാക്കിയുള്ളത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലിരുന്ന് ബാക്കിയും കൂടി അഴുക്കായി പോകുന്നത് ഒഴിവാക്കാനായിട്ടും പറ്റും. അപ്പം ഞാൻ എൻ്റെ മീൽ പ്രിപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ബീൻസ് തോരന് കട്ട് ചെയ്തത് ഞാനൊരു 3 സെക്ഷനായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു ഹണിയുടെ പാത്രമാണ്. അപ്പം ഇതുപോലുള്ള പാത്രങ്ങൾ നമ്മളിപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഹണി വാങ്ങിക്കുന്ന ഒക്കെ നല്ല പ്ലാസ്റ്റിക് പാത്രങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ തേങ്ങാപ്പീരയോ ഒക്കെ ഫ്രീസ് ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. ചില സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലായിരിക്കത്തില്ലേ അത് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് റീയൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച മത്തങ്ങയാണോ എന്ന് എനിക്ക് നല്ല ഉറപ്പില്ല. ആ സാധനം എന്തായാലും എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സിപ്ലോക്ക് ബാഗിലാക്കി ആ എരിശ്ശേരി പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇപ്രാവശ്യം എനിക്ക് കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുമ്പളങ്ങ ഫസി സ്ക്വാഷ് എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടുന്നതാണ്. നമ്മുടെ വെള്ളരിക്ക കുമ്പളങ്ങയുടെ ടേസ്റ്റാണ്. അത് ഞാൻ എപ്പോൾ കിട്ടിയാലും നമ്മുടെ അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും പരുവത്തിൽ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനത്തിൻ്റെ കൂടെ ഇട്ടാലും അത് ഈവനായിട്ട് തന്നെ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടിക്കോളും. ടേസ്റ്റിനകത്തും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ വേവ് കൂടുതലോ അങ്ങനെയൊന്നുമില്ല. ഇത് സാമ്പാറിൻ്റെ പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അതുപോലെ ഫ്രിഡ്ജിലിരുന്ന് സാധനങ്ങൾ അഴുക്കായി പോകുന്നതും ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്ക് എപ്പോഴും കിട്ടാത്തത് കൊണ്ടാണ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ വാങ്ങിച്ച് ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഓരോ ആൾക്കാരുടെയും സാഹചര്യവും സൗകര്യവും ഉണ്ടല്ലോ. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും എപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ ഫ്രീസിങ് ഒരു നല്ല ഓപ്ഷനാണ്. എപ്പോഴും ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ വാങ്ങിച്ച സാധനങ്ങൾ ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ജിഞ്ചർ ഗാർലിക്ക് കുറച്ചെടുത്തൊന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഫ്രീസ് ചെയ്ത് വെച്ച ചിക്കനാണ്. നമ്മുടെ അരപ്പൊക്കെ പുരട്ടി നമുക്ക് ഫ്രൈ ചെയ്യാൻ പരുവത്തിനാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഇത് വലിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനായിരുന്നു. അപ്പോൾ അതിനെ അങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ അരപ്പൊക്കെ പുരട്ടി വെച്ചു. ഇത് നമ്മൾ വാങ്ങിച്ച മല്ലിയിലയാണ്. അതിനെ ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇടയ്ക്ക് നമ്മുടെ പേപ്പർ ടവൽ ഇട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് അഴുക്കായി പോകാണ്ടിരിക്കും. അതുപോലെ കറിവേപ്പില ഞാനിത് പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. ഈ കുപ്പി തന്നെ വേണം എന്നില്ല, നമ്മുടെ കയ്യിലുള്ള കുപ്പിയിൽ സ്റ്റോർ ചെയ്താൽ മതി. ഞാൻ ഈ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ആ ബോട്ടിലിൻ്റെ ഏറ്റവും താഴെ നമ്മുടെ പേപ്പർ ടവൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇലയെല്ലാം ഇളക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിലും ഒരു പേപ്പർ ടവൽ വെച്ചിട്ട് അടച്ചു വെക്കുക ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഇലയുടെ ഫ്രഷ്നെസ് അനുസരിച്ചിട്ടിരിക്കും. എന്നാലും ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടി അഴുക്കാവാണ്ട് ഇരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അഴുക്ക് കറുത്ത ഇലകളൊക്കെ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ പച്ചമുളക് വാങ്ങിക്കുന്ന സമയത്ത് കഴുകാനോ ഞെടുപ്പ് കളയാനോ ഒന്നും നിൽക്കാറില്ല. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അങ്ങനെ അതിനകത്തോട്ടിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാസങ്ങൾ അഴുക്കായി പോവാണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് 2-3 എണ്ണം അഴുക്കായി തുടങ്ങിയതായിരിക്കും. അത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തോ പുറത്ത് വെക്കുന്ന സമയത്തോ ബാക്കിയുള്ള പച്ചമുളകിനെയും കൂടി അഴുക്കാക്കും. പക്ഷെ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കല്ല് പോലെ ഇരുന്നോളും. 1-2 എണ്ണം അഴുക്കായതുണ്ടെങ്കിൽ പോലും നമ്മുടെ ബാക്കി പച്ചമുളക് ഒന്നും അഴുക്കായി പോവില്ല. കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സമയമാകുമ്പം ആവശ്യമുള്ളത് എടുത്ത് നമ്മൾ കഴുകി യൂസ് ചെയ്താൽ മതി. ഒരുപാട് നേരം മുമ്പ് എടുത്ത് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഞാൻ യൂഷ്വലി വാങ്ങിച്ചു വെക്കുന്നതാണ്. ഇത് നാനക്കിൻ്റെ ഫ്രൈഡ് പനീറാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഫ്രൈഡ് പനീർ തന്നെയാണ് വാങ്ങിക്കാറ്. അതുപോലെ നമ്മൾ ഈ ഫ്രോസൺ തേങ്ങാപ്പീര വാങ്ങിച്ചു വെക്കുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതുപോലെ ഒരു പരന്ന
രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഒടിച്ചെടുക്കാനും നല്ല എളുപ്പമാണ്. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പീര ആണെങ്കിലും നമുക്ക് തിരുമിയിട്ട് ഫ്രോസൺ ആക്കി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഫ്രോസൺ വാങ്ങിച്ചു വെക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ അവിയൽ, സാമ്പാർ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതെപ്പോഴും തന്നെ കടയിൽ കാണണം എന്നില്ല. ഇനി ചിലപ്പോഴൊക്കെ വാടിയതും ഉണങ്ങിയതും ഒക്കെ ആയിരിക്കും. അപ്പോൾ ദാ ഈ മുരിങ്ങക്കോല് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രോസൺ ആക്കി വെച്ചതാണ്. ഇത് നമുക്ക് ഫ്രഷ് മുരിങ്ങക്കോല് കിട്ടിയാലും നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാം. അഴുക്കാവാണ്ട് ഫ്രിഡ്ജിലിരുന്നോളും. എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, നല്ലതായിട്ടിരുന്നോളും. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, അത് നമ്മുടെ മെഴുക്കുവരട്ടിയുടെ പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പടവലങ്ങയാണ്, അപ്പോൾ അതും നമ്മുടെ അവിയലിൻ്റെയൊക്കെ പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അത് നമ്മുടെ ക്യൂബ്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ മീൽ പ്രിപ്പിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇതിനകത്ത് കുറച്ചിരിക്കുന്ന ഒന്ന് തീരട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പേസ്റ്റ് ആയിട്ട് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം. അതേ പേസ്റ്റ് തന്നെ നമുക്ക് ക്യൂബ്സ് ആയിട്ട് ഫ്രീസ് ചെയ്താൽ ഫ്രോസൺ ആയിട്ട് നമുക്ക് ഫ്രീസറിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കൺവീനിയൻ്റ് ആണ്. പിന്നെ നമ്മൾ സാൽമണും ട്യൂണയും ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഫ്രോസൺ ആണ്. ഇത് ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഫ്രോസൺ അറ്റ് സീ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് മോസ്റ്റ് ഓഫ് ദി ടൈം ഇവർ പിടിക്കുമ്പോൾ തന്നെ അത് കടലിൽ വെച്ചിട്ട് തന്നെയൊക്കെയാണ് ഫ്രീസ് ചെയ്യുന്നത്. പച്ചക്കറികളാണെങ്കിലും അതൊക്കെ പറിച്ചെടുത്ത് ഒരു മിനിമം ടൈമിനകത്ത് അവരത് ഫ്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കടകളിലൊക്കെ വാടിയും ഉണങ്ങിയും പല സാധനങ്ങളും ഒക്കെ തളിച്ചും ഒക്കെയാണല്ലോ ഇവരിത് ഫ്രഷ് ആയിട്ട് വെക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. നമ്മൾ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ. മീൽ പ്രിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യവും മറന്നു പോരുത്. അപ്പോൾ ഇഡലിയും ദോശയൊക്കെ എഴുതിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ മാവ് റെഡിയാക്കാനുള്ള കാര്യങ്ങളും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. നമ്മളിൽ മെജോറിറ്റി ഓഫ് ആളുകളും ഗ്രോസറി ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്നവരായിരിക്കും. ഒരു ലിസ്റ്റും കൊണ്ടുപോകുമ്പോഴും അതല്ലാതെ പോകുമ്പോഴും ഉള്ള ഡിഫറൻസ് നമ്മൾ പല ആളുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ലോകമെമ്പാടും നല്ല വിലക്കയറ്റമാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ട വിലയൊന്നും അല്ല പല സാധനത്തിനും ഇപ്പോഴും എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാന്നുള്ളത്. അതുപോലെ മൾട്ടിപ്പിൾ ടൈംസ് കടയിൽ ഇങ്ങനെ പോകുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് വേസ്റ്റ് ആകാതെ യൂസ് ചെയ്യാന്നുള്ളത്. അതുപോലെ പരിപ്പും പയറും കടലയും ഒക്കെ നമ്മൾ ഈ പച്ചക്കറികൾ വാങ്ങിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി വില കുറവുണ്ടായിരിക്കും. എന്നാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല ഗുണമുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗ്രോസറിയുടെ കോസ്റ്റ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെ മീൽ പ്ലാനോ മീൽ പ്രിപ്പോ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് എക്സ്പേർട്ട് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും. കുറച്ച് മീൽ പ്ലാൻ ലിസ്റ്റ് നമ്മളൊന്ന് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സമയമില്ലാത്ത സമയത്താണെങ്കിലും നേരത്തെ ഒരു ലിസ്റ്റ് എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. മീൽ പ്രിപ്പ് കൊണ്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ അഴുക്കായി പോവാണ്ടും നമ്മുടെ കുക്കിംഗ് ടൈം ഒരുപാട് സേവ് ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല, നമുക്ക് ഭയങ്കര ടൈം സേവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മീൽ പ്ലാനും പ്രിപ്പും ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് കമന്റ്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റിയെന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും കറക്ഷൻ ആണെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.